ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. 2-3 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി നിന്നിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ റെഡി ആവാൻ കുറച്ചധികം സമയമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതെന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞോളൂ. ഇനി പോണേൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ബസ് കയറി പോയി, അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ, എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത്. സുഹൈലും ഞാനും റഹീമാൻ്റെ വീട്ടിലേക്കാട്ട് പോയത്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു മൂന്നാളും. അവിടെ എത്തിയതാ മുത്തുവിൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മകൾക്ക് അവിടുന്ന് റഹീമാൻ്റെ കുട്ടീൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത്. പിന്നെ അതാ റഹീമാൻ്റെ അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ രാവിലെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ, പക്ഷെ നല്ല നേരം വൈകി. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, കുഴപ്പമില്ല, അതങ്ങനെ പോട്ടെ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോത്തിന് അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ വിശക്കുമല്ലോ വിചാരിച്ചിട്ട് വന്ന പാടെ ഞങ്ങൾ ഫുഡ് കഴിക്കലാണ് കഴിഞ്ഞിട്ടോ. പിന്നെ മുത്തുവോളെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേനു കേട്ടോ. ഞാനാണെങ്കിൽ അത് എടുക്കാനും മറന്നു. അതിൽ പിന്നെ അവിടുന്ന് റഹീമാൻ്റെ കുട്ടീൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓള് ഇടുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ തന്നെ പിന്നെ ബിരിയാണിക്കട വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ മുത്തു എന്ന് പറയുന്നത് സുഹൈലാനെ തന്നെയാണ്. എനിക്കൊന്തോളെ സുഹൈല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അത് അവിടെ കണ്ടൊരു മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കണത് വേറെ കാര്യം. പിന്നെ എൻ്റെ മകൾക്ക് ബിരിയാണി ഒന്നും വേണ്ട പറഞ്ഞിട്ട് റഹീമാൻ്റെ അമ്മ കഞ്ഞിയാണ് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ ഒരു സ്പെഷ്യൽ കഞ്ഞി കേട്ടോ, തേങ്ങാപ്പാലും ചെറുപയറും ഉലുവ അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള കഞ്ഞി. ഞങ്ങൾക്കൊക്കെ കോരി തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കുട്ടി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അവിടെ അടുത്തൊരു കുളം ഉണ്ട് എന്ന് വന്നപ്പോൾ ഞാൻ അറിയാതെ ഐശ്വനോട് പറഞ്ഞുപോയി. വെയിലറിയിട്ട് പോരാന്നൊന്നും പറഞ്ഞിട്ട് മക്കൾക്ക് തീരെ ക്ഷമല്ല. പിന്നെ വിചാരിച്ചവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ, പിന്നെ അത് പറയില്ലല്ലോ വിചാരിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെയാണെങ്കിലും വല്ലാതെ അഴുക്കൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലൊരു കുളമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഞങ്ങൾ അധികം നേരം ഒന്നും നിന്നില്ല. കുട്ടികൾക്ക് പേരിനൊന്ന് കാലൊക്കെ നനച്ചെടുത്താണ്ട് പിന്നെ വീട്ടിൽ തന്നെ പോയിട്ടോ, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഞങ്ങൾ എന്നോ കാണണല്ലേ, ഞങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കണമായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി റഹീമ ചായയും മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മക്കളാരും തട്ടിയതാണ്, അതും തുടക്കുന്നുണ്ട്. പിന്നെ ചിഞ്ചുമ്മക്ക് അപ്പം ചായ വേണ്ട, ചോറ് മതിയായിരുന്നു. ചോറ് കൊടുത്തപ്പോൾ അവൾക്ക് ചോറ് വേണ്ടായിരുന്നു. പിന്നെ അപ്പം ചോറ് തിന്നു. പിന്നെ അത് മുത്തോടൊക്കെ അടിച്ചൊരി ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് കേട്ടോ, ഞാനൊക്കെ പണിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുക ചെയ്ത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീടും കൂടി ഉണ്ട്. അപ്പോൾ അവളുടെ കുട്ടിയാണ് കേട്ടോ ഇത്. ഓളവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുട്ടീനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ബസ് സ്റ്റോപ്പിക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പോക്കാണ് കേട്ടോ ഇത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയ മാതിരി കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടൊന്നും മതിയായിട്ടില്ല തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് സമയമൊക്കെ പോയി. പിന്നെ പറഞ്ഞിട്ടാരില്ലല്ലോ, നമുക്ക് ഓരോരുത്തരും ഓരോ വഴിക്കല്ലേ പോയല്ലേ പറ്റുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് ഇന്നെ കാണാൻ എൻ്റെ 7ാം ക്ലാസ്സിലൊപ്പം പഠിച്ച 2 ഫ്രണ്ട്സും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ട്. പിന്നെ ആർക്കുള്ള ഫുഡൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.